ഇവിടെ മാത്രമായിട്ട് ഒരു പെരലെടുക്കുക, പിന്നെ കോണത്തിൻ്റെ അവിടെയായിട്ട്. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓണം ഫെസ്റ്റിവൽ സീസൺ ഒക്കെയാണ് വരുന്നത്. അതിന് ഏറ്റവും തുടക്കക്കാരായിട്ടുള്ളവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പ് ലുക്കാണ്. നിങ്ങൾ ഇതുവരെയും ഐ ഷാഡോ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഐ ഷാഡോ യൂസ് ചെയ്ത് ഒരു മേക്കപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏറ്റവും ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ഇത് നല്ല രീതിയിൽ മനസ്സിലാവും. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ഒത്തിരി ഐറ്റംസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐ മേക്കപ്പ് ആണ്. അതുപോലെ അത്യാവശ്യം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്തത്. ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഐ ബ്രഷസ് ആണ്. ഐ ബ്രഷസ് എല്ലാം തന്നെ നമുക്ക് അത് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും. അങ്ങനെ പറ്റും എന്നുള്ളവർ ഒരു സെറ്റ് മേടിച്ച് വെക്കുക. ലോക്കൽ ഫാൻസി ഷോപ്പിൽ വരെ നമുക്കൊരു 100-120 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അങ്ങനെ പറ്റും എന്നുള്ളവർ അത് വാങ്ങിച്ചു വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യാം. പക്ഷേ ഐ മേക്കപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോഴല്ല പിന്നെയാണെങ്കിലും ഒരു ഐ മേക്കപ്പ് ബ്രഷസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഒരു തവണ അല്ലല്ലോ, കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു ഫ്ലഫി ആയിട്ടുള്ള ഒരു ബ്രഷ്, ആംഗിൾ അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മതി. രണ്ടും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന്. ഇങ്ങനത്തെ 2 മീഡിയം സൈസിലുള്ള ബ്രഷ് നിങ്ങൾ വാങ്ങുക. ഇത് കിട്ടും, ഇതുണ്ടെന്ന് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ക്രീസിൻ്റെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നമുക്കെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ രണ്ടും ഇങ്ങനെ നിങ്ങളൊന്ന് വാങ്ങിച്ചു വെക്കുക. ഇത് വളരെ നല്ലതാണ്. അതിനുശേഷം വരുന്നത് ഇതുപോലത്തെ ഒരു ബ്രഷാണ്. നിങ്ങൾ ബ്രഷിൻ്റെ സെറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ഫുള്ളായിട്ട് തന്നെ കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. എനിക്കിത് മേക്കപ്പ് ബ്രഷിൻ്റെ സെറ്റിലുള്ളതാണ്, ഞാനൊന്നും ഇൻഡിവിജ്വലായിട്ട് വാങ്ങിയതല്ല. ഓക്കെ, അതിനുശേഷം ഇതുപോലൊരു ബ്രഷാണ്. ഇത് നമുക്ക് ഐ ഷാഡോ എടുത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും, ഈ ഇന്നർ കോർണേഴ്സിൻ്റെ അവിടെയൊക്കെ ആയിട്ട്. അടുത്തതും ഇതുപോലൊരു പ്ലേസ് ചെയ്യുന്ന ഒരു ബ്രഷാണ്. ഇതുപോലെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബ്രഷാണ്. ഇത് നമുക്ക് നമ്മുടെ ഐ ഷാഡോ എടുത്തിട്ട് നമ്മുടെ ഗ്ലിറ്ററൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാനായിട്ട് അടിപൊളിയാണ്. പിന്നെ വരുന്നത് ഇതുപോലത്തെ ഒരു ആംഗിൾ ബ്രഷാണ്. ഇത് കുഞ്ഞ് ബ്രഷാണ്. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ വലിപ്പമുള്ളതും കിട്ടും. അത് നമുക്ക് ഇവിടെ ഐലൈനർ നമുക്ക് താഴെയൊക്കെ ഐ ഷാഡോ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ആംഗിൾ ബ്രഷ് മസ്റ്റാണ്. പിന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് നിങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. ബ്രഷസ് ഒന്നും അവൈലബിൾ അല്ലാത്തവരും പേടിക്കേണ്ട. നമുക്ക് കൈവച്ച് ചെയ്യുന്നത് ഞാൻ ഒരു കണ്ണിൽ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് ഒരു കണ്ണിൽ കൈ വെച്ച് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി ഉറപ്പായിട്ടും വേണ്ട ഒരു സാധനമാണ് ഐ ഷാഡോ പാലറ്റ്. എൻ്റെ കയ്യിൽ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് മാത്രമാണുള്ളത്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാര്യം ഞാൻ ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള ഐ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ആളല്ല. വല്ലപ്പോഴും കൂടെ വീഡിയോയ്ക്ക് മാത്രമേ ചെയ്യാറുള്ളൂ. പുറത്ത് പോകുമ്പോൾ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ന്യൂഡായിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉള്ള ഐ ഷാഡോ പാലറ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ ഈ ഒരു പാലറ്റ് വാങ്ങിയതിൻ്റെ ഉദ്ദേശം ഞാൻ മേക്കപ്പ് കിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഞാൻ മുന്നേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ ലിങ്കൊക്കെ കൊടുത്തേക്കാം. ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലൊക്കെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ബ്രൗൺ ഉണ്ട്, നമുക്ക് ക്രീസ് കട്ട് ചെയ്യാനായിട്ട് പറ്റും. 2 ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, കോറൽ ഷെയ്ഡ് ഉണ്ട്, അത് നമുക്ക് ക്രീസ് കട്ട് ചെയ്യാനായിട്ട് അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ പിങ്ക് ഷെയ്ഡ് ഉണ്ട്, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ലുക്കിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കോറൽ ഷെയ്ഡ് ഉണ്ട്, അത് ചെറിയൊരു ഗ്ലിറ്റർ വരുന്ന ഷെയ്ഡാണ്. ഈ ഒരു പാലറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമുക്ക് ഈ ഒരു ഷെയ്ഡ് ഹൈലൈറ്ററായിട്ടും ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഗ്ലിറ്ററും മാറ്റും അടങ്ങിയിട്ടുള്ള ഒരു പാലറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് നോക്കി വാങ്ങിച്ചത്. ഇത് തന്നെ വാങ്ങണമെന്നില്ല. ഇതിനേക്കാളും കൂടുതൽ കളർ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾറെഡി മാർസിൻ്റെയൊക്കെ ഐ ഷാഡോ പാലറ്റ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങാം. നിങ്ങളുടെ കയ്യിലുള്ള ഒരു പാലറ്റ് എടുക്കുക. ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഒരു ഐ ഷാഡോ പാലറ്റ് എന്തായാലും ഉണ്ടാവും. ഇതിൽ മാത്രം നോക്കിയിട്ട് ഒരെണ്ണം വാങ്ങാം. ഇനി നോക്കി ഈ ഒരു ആംഗിൾ ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതെടുത്തിട്ട് നമ്മൾ ക്രീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ക്രീസ് എന്ന് പറയുമ്പോൾ ഈ വെച്ചിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ താഴ്ന്നു വരുന്ന ഭാഗം ഇതകത്തോട്ട് വരണം. ആ രീതിയിൽ ഇങ്ങനെ ഇവിടെ മാത്രമായിട്ട് 2-3 തവണ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നിഴൽ വന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇത് നമുക്ക് ഐസിനൊരു ഷേപ്പ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു തവണ കൂടെ ഞാൻ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
സിമ്പിളായിട്ടുള്ള ഐ മേക്കപ്പാണ്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നതുകൊണ്ടായിരിക്കും വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും. ഈ ഫ്ലാറ്റ് ബ്രഷ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡ് ഇതൊന്ന് എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ്. ഇത് ആക്ച്വലി പിങ്ക് പോലെ കാണും, ഇത് പിങ്ക് അല്ല, ഇത് പർപ്പിൾ ഗ്ലിറ്റർ വരുന്ന ഒരു ഷെയ്ഡാണ്. ഇതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഏതൊരു ഷെയ്ഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഔട്ട്ഫിറ്റിന് ചേരുന്ന പർപ്പിളോ പിങ്കോ ഏത് ഷെയ്ഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ഞാനിതിങ്ങനെ എടുക്കുകയാണ്. നേരത്തെ എടുത്തപ്പോൾ വന്നില്ല. ഇതാണോ നമ്മൾ എടുത്തത്, ആ ഭാഗം വെച്ചിട്ട് ഇന്നർ കോർണേഴ്സ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. വരച്ച് കൊടുക്കണേ. മിഡിൽ വരെയായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, 2-3 തവണ നിങ്ങൾക്ക് എത്ര പിഗ്മെൻറ്റേഷൻ ആണോ ആവശ്യം അതുപോലെ ചെയ്യാം. ചില പാലറ്റിൽ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നല്ല പിഗ്മെൻറ്റേഷൻ കിട്ടും. സോ നിങ്ങൾക്ക് ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ഇങ്ങനെ കുറച്ച് വീർത്തിരിക്കുന്ന ബ്രഷ്, ഇതൊരു മൗ ഷെയ്ഡാണ്. അതെടുത്തിട്ട് ഇങ്ങനെ, ഇത് മാറ്റാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഞാൻ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രഷ് ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങോട്ടത്തേക്ക് ആക്കി വേണം, അകത്തോട്ടാക്കി വേണം ചെയ്യാനായിട്ട്. ഒരു തവണയോടെ എടുത്ത് 2 തവണയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല പിഗ്മെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കഴിഞ്ഞു. നമ്മുടെ ഐ ഷാഡോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലഫി ബ്രഷ് ഞാൻ വെച്ച് ക്രീസ് ഉണ്ടാവാതെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ശരിക്കും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവാതെ നമ്മുടെ കണ്ണുമായിട്ട് അങ്ങ് ചേർന്ന് പോവുള്ളൂ. ഇനി നമുക്ക് ഇന്നർ കോർണേഴ്സ് ഹൈലൈറ്റ് ചെയ്യണം. അതിനായിട്ട് ഈ ഒരു ഗ്ലിറ്ററുള്ള ആ ഒരു സെക്ഷൻ, ആ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുകയാണ്, അത് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ പ്ലീസ്. മാറ്റായിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇത്. നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അകത്തോട്ടോ പുറത്തോട്ടോ ഒന്നും ആവരുത്. അതിനുശേഷം ഇത് തന്നെ എടുത്തിട്ട് ഐബ്രോസിൻ്റെ താഴെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് ഹൈലൈറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ഈ ഒരു ആംഗിൾ ബ്രഷ് നമ്മൾ വെച്ചിരുന്നില്ലേ, ഇത് വെച്ചിട്ട് ഈ ഒരു ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്ത മൂവ് ഷെയ്ഡ് അതെടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ഒരു കണക്ഷൻ കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതിനുശേഷം നമുക്ക് ഐലൈനറും മസ്കാരയൊക്കെ ഇട്ട് കൊടുക്കാം. ഈ ഒരു കണ്ണിൽ കൈ വെച്ച് അപ്ലൈ ചെയ്ത് കാണിക്കാം. ബ്രൗൺ ഷെയ്ഡായിരുന്നല്ലേ ക്രീസ് കട്ട് ചെയ്യാനായിട്ട്. ഞാനിങ്ങനെ വിരൽ വെച്ചിട്ട് ഈ മോതിര വിരൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് കേട്ടോ, നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ മാത്രമായിരിക്കും. സോ നമ്മളിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ്. ഇത് നമുക്ക് വേറൊരു വിരലെടുക്കുക, ഇന്നർ കോർണേഴ്സിൻ്റെ അവിടെയായിട്ട് അപ്ലൈ ചെയ്ത് പുറത്തോട്ട് മിഡിലോ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആവും കേട്ടോ നമ്മൾ കൈ വെച്ച് ചെയ്യുമ്പോൾ. അതിനുശേഷം ഈ ഒരു മൂവ് ഷെയ്ഡ് നമ്മൾ ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത് കണ്ടോ, പെട്ടെന്ന് തന്നെ പിഗ്മെൻ്റ് ആവണുണ്ട്. ഇത് വെച്ചിട്ട് ഇതൊന്ന് എടുത്ത് താഴെ ഇങ്ങനെ പതുക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് പിഗ്മെൻറ്റേഷൻ വരും. നിങ്ങൾക്ക് ബ്രഷ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 2 കണ്ണിലും നമ്മൾ കൈ വെച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെ ഉണ്ടാകും. എന്നിട്ട് കൈ തുടച്ചിട്ട് വേണം നമ്മളടുത്ത് ചെയ്യാനായിട്ട്. ഷെയ്ഡ് എടുത്തിട്ട് ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് കണ്ണിൻ്റെ ഇവിടെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐലൈനറും മസ്കാരയാണ്. അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ ഐ മേക്കപ്പ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും ബിഗിനേഴ്സിന് പറ്റിയ രീതിയിലാണ് ചെയ്തേക്കുന്നത്. സോ എക്സ്പേർട്സിന് ഇതൊന്നും അല്ലെന്ന് തോന്നും. പക്ഷേ ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർക്കും ചെയ്യാനായിട്ട് വലിയ കോൺഫിഡൻസ് ഇല്ലാത്തവർക്കും ഈ വീഡിയോ ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.